ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടിയുടെ എനർജി എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളൊരു റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ്. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടിയുടെ എനർജി എത്രത്തോളം സ്ട്രോങ് ആണ്? നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടിയുടെ എനർജി എത്രത്തോളം സ്ട്രോങ് ആണ്? നമുക്കിവിടെ ആദ്യം ടവർ കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് അപ്രതീക്ഷിതമായി ഈ ഒരു അടുത്ത സമയത്തായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതായത് ഒരു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മുൻപ് വളരെയധികം വിശ്വസിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു വിശ്വാസം തകർന്ന ഒരു എനർജിയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ഏകാന്തത, ആരോട് സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, മാനസികമായിട്ട് ഒന്നിനും അതായത് ഒരു കാര്യത്തിലോട്ടും മുന്നിട്ടിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ, ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതിന് കാരണം നിങ്ങളുടെ വ്യക്തി, അത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയും ആണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടിയുടെ സ്വാധീനം എത്രത്തോളം സ്ട്രോങ് ആണ്. ലവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോഴും വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു ബന്ധമുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഒരു തേർഡ് പാർട്ടി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയുടെ എനർജി എത്രത്തോളം സ്ട്രോങ് ആണ്. ഏസ് ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഫയർ എനർജി കാണിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടിയുടെ എനർജി വളരെയധികം സ്ട്രോങ് ആണെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള അട്രാക്ഷൻ അത് ഒരു സ്ഥിരതയുള്ള, അതുപോലെ തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അതൊരു സ്ഥിരതയുള്ള ഒരു ബന്ധമായിട്ട് കാണിക്കുന്നില്ല. അതായത് താൽക്കാലികമായി അവർ ആ ഒരു തേർഡ് പാർട്ടിയുടെ, ഒരു പക്ഷേ ഒരു തേർഡ് പാർട്ടിയെ കാണാൻ വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു നിങ്ങളുടെ വ്യക്തി അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ട് പോയ ഒരു എനർജി ഒക്കെയാണ് കിട്ടുന്നത്. എന്തായാലും ഈ ഒരു സമയത്തും തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം സ്ട്രോങ് ആണ് തേർഡ് പാർട്ടിയുടെ എനർജി. നയൻ ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയും ഒത്ത് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ്, എനിക്ക് വളരെയധികം അതായത് ഈ ഒരു വ്യക്തി ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഈ ഒരു സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയോടൊത്ത് വളരെയധികം ഹാപ്പി ആണെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എങ്ങോട്ടാണ് ഈ ഒരു സമയത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഒരു വ്യക്തിക്കും ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ഈ ഒരു സമയത്ത് മാറണമെന്ന ആഗ്രഹമില്ല. അതുപോലെ തന്നെ ഇതൊരു അഡിക്ഷൻ പോലെയാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഡബിൾ കാർഡാണ്. ഈ ഒരു തേർഡ് പാർട്ടി പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ പലതരത്തിൽ സ്വാധീനിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരു തരത്തിലും പുറത്തോട്ട് വരാതിരിക്കുവാനുള്ള പല ശ്രമങ്ങളും ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു സമയത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടിയുടെ എനർജി എത്രത്തോളം സ്ട്രോങ് ആണ്. ഹെർമിറ്റ് എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്തും അതായത് ഇപ്പോഴുള്ള ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ തേർഡ് പാർട്ടിയുടെ എനർജി വളരെയധികം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഹെർമിറ്റിലോട്ട് പോകുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒറ്റപ്പെടാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണ് എവിടെയൊക്കെയോ ഒരു കുറ്റബോധം, അത് ഉടൻ തന്നെ ഉണ്ടാകണമെന്നില്ല, പക്ഷെ മുന്നോട്ട് ഭാവിയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരുപാട് കുറ്റബോധം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത്
ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് വരുന്ന ഒരു എനർജിയാണ് ഇത് കാണിക്കുന്നത്, ഈ ഒരു ഹെർമിറ്റ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസന്റ് എനർജിയിൽ നമുക്ക് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഫൈവ് ഓഫ് വൺസിന്റെ എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ വളരെയധികം വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം നടക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ സന്തോഷം ഇത് താൽക്കാലികമാണെന്നാണ് കാണിക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സിക്സ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ ഓർക്കുന്നില്ലെങ്കിൽ പോലും, അതല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോകുമ്പോൾ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയിലോട്ട് വീണ്ടും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഈ ഒരു വ്യക്തി ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്, നിങ്ങളെ ഓർക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ വേണം എന്നുള്ളൊരു സമയം ഇവരുടെ മനസ്സിലോട്ട് എന്നുള്ളൊരു ചിന്ത ഇവരുടെ മനസ്സിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളെ ലഭ്യമാകാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പഴയ ഓർമ്മകളിലോട്ട് വരുമെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം തേർഡ് പേഴ്സന്റെ എനർജി എത്രത്തോളം സ്ട്രോങ് ആണ്, ഈ ഒരു ബന്ധത്തിന്റെ ഫ്യൂച്ചർ എന്താണ്. ജഡ്ജ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു തിരിച്ചറിവിലേക്ക് ആ ഒരു വ്യക്തി വരുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചൊരു ബോധം അത് ഇപ്പോൾ ഇല്ലെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അവിടെ, അതായത് ഈ ഒരു വ്യക്തി ഇവർക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തോട്ട് ഇവർ വരുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ വളരെയധികം സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറയുന്നത് വെറും താൽക്കാലികം മാത്രമാണ്, അതിനൊരു സ്ഥിരതയില്ല എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു ബന്ധം ഇപ്പോഴത്തെ ഈ ഒരു സന്തോഷം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക എന്നാണ് കാണിക്കുന്നത്. അതായത് അവർക്ക് ആവശ്യമുള്ള ഒരു സമയത്ത്, അതായത് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ വേണ്ട, മറ്റൊരു ബന്ധം കണ്ടപ്പോൾ അവർ ആ ഒരു വഴിക്ക് പോയി. ഇനി വീണ്ടും അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അധികം താമസമൊന്നും ഇല്ലാതെ തിരിച്ചു വരുന്ന ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ ഒരു വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഇപ്പോഴത്തെ വേദന എന്ന് പറയുന്നത് അതും താൽക്കാലികമാണെന്ന് കാണിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഹീലാകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഓർത്ത് വേദനിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആലോചനകൾ നിങ്ങൾ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയം കഴിയുമ്പോൾ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്ക് അരികിലോട്ട് തന്നെ വരുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് നമുക്കിവിടെ റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വരട്ടെ. താങ്ക് യു.